ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്തറസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC റെയിൽവേയുടെ GK സെഷനായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത് തേർഡ് ടോപ്പിക്കാണ്, സെക്കൻഡ് ടോപ്പിക്കാണ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് എക്കണോമിക് പ്ലാനിങ്ങും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള 5 ഇയർ പ്ലാൻസ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ മസ്റ്റായിട്ടും കാണണം, കാരണം നമ്മൾ എൻറ്റയർ സിലബസ് ബൈ ദി എൻഡ് ഓഫ് ദി സീരീസ് തീർക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ദാറ്റ് ബൈ ദി എൻഡ് ഓഫ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ CGL എക്സാം വരുന്നതിന് മുമ്പ് എക്കണോമിക്സും പോളിറ്റിയും മാക്സിമം തുടങ്ങി ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി ഒരു ഏകദേശം പാതി, അതായത് തീർക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. മോസ്റ്റ് ഓഫ് പ്രോബബ്ലി നമ്മുടെ സീരീസ് അത്യാവശ്യം സ്പീഡിൽ പോകാൻ നിങ്ങളും കൂടെ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വാളിറ്റേറ്റീവായിട്ട് തീർക്കാം. അതാണെങ്കിൽ ബൈ ദി എൻഡ് നമ്മൾ ജനറൽ സയൻസ് ഒഴികെയുള്ള പ്യുവർ GK ടോപ്പിക്സ് എല്ലാം നമുക്ക് തീർക്കാൻ പറ്റും. കാരണം എക്കണോമിക്സിനും ഇതിനാണ് നമ്മുടെ പൊളിറ്റിക്കും സിലബസ് ആക്ച്വലി ഭയങ്കര ക്രിസ്പ്, ഒത്തിരി പഠിക്കാനുണ്ട്. ജോഗ്രഫിക്കാണെങ്കിൽ സിലബസ് ഭയങ്കരമായിട്ടുണ്ട്, പക്ഷേ ഇതിന് സിലബസ് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മാക്സിമം എസ്പെഷ്യലി CGL എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഏത് എക്സാമിനും പോളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ CGL എക്സാം പോയിന്റ് നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി എക്കോണമി വാസ്റ്റായിട്ട് ചോദിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പം ക്രിസ്പായിട്ടുള്ള സിലബസ് ആണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മുമ്പ് തീർത്തത് എവിടെയാണ്? അപ്പോൾ ഇതിന് മുമ്പത്തെ സെഷൻ മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണണം, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണിത്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയേ. ഞാൻ നേരത്തെ GDPയും GNPയും അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ എക്സ്റ്റൻഷനാണ്. അതായത് നോക്കിയേ, വൺ കൺട്രീസ് GDP ഈസ് അനദർ കൺട്രീസ് GNP. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GNPയും GDP എന്നുള്ള മെയിൻ വ്യത്യാസം എന്താ? GNPയിൽ എന്താ നാഷണൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു GNP എന്ന് പറയുന്നത് ഹൂ പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ആണെങ്കിൽ GDP എന്ന് പറയുന്നത് വെയർ പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. അതായത് GDP എന്ന് പറയുമ്പോൾ ആകപ്പാടെയുള്ള മൊത്തം മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രിയാണ്. GNP എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്ത മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും. അപ്പോൾ ഒരു കൺട്രിയുടെ GDP മറ്റൊരു കൺട്രിയുടെ GNP ആണെന്ന് പറയാൻ കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജർമ്മനി ഫേമസ് ഫോർ കാർസ് ആണ്. അപ്പോൾ അവരുടെ ഒരു കാർ കമ്പനി US തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, ജർമ്മനി എന്ന് പറയുന്ന കമ്പനി US അവരുടെ ഒരു ഫാക്ടറി, കാറിൻ്റെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് US GDP ആയിട്ടും പോവും. അത് ജർമ്മൻ നാഷണൽസിൻ്റെ ഇതല്ലേ, പ്രോഡക്റ്റ് അല്ലേ, അതുകൊണ്ട് GNP ജർമ്മനിക്കും പോവും. അപ്പോൾ അങ്ങനൊരു കൺസെപ്റ്റ് മനസ്സിലാലോചിച്ച് വെച്ചോണം. ആൻഡ് ഇന്ത്യയെ നോക്കുവാണെങ്കിൽ, ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് GDP is a little more than GNP because Indian MNCs produce far less in foreign countries than what foreign MNCs produced in India. അതായത് ഇവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് ഫോർ ആപ്പിൾ അല്ലെങ്കിൽ ബാക്കി കൺട്രീസിൻ്റെ തനതായ ഫാക്ടറീസും കമ്പനീസും ഇവിടെ ഉണ്ടാക്കുന്ന എത്രയാണോ അതിനേക്കാൾ കുറവാണ് നമ്മുടെ തനതായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറയുന്നത്. അപ്പം അത് നേരത്തെ സെക്ഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പോൾ അതൊന്നുകൂടെ റിവൈസ് ആവാൻ വേണ്ടി കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കിയേ, ഗ്രോസ് വാല്യൂ ആഡ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ്, ഇതിനകത്ത് കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെന്ന് ഞാൻ നേരത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒന്നുകൂടെ റിവിഷൻ പോലെ നമ്മൾ പോകുന്നതായിരിക്കും, എസ്പെഷ്യലി ഗ്രോസ് വാല്യൂ ആഡഡ് വരെ, പിന്നെ അങ്ങോട്ട് പുതിയ ടോപ്പിക്സ് ആയിരിക്കും. ഇപ്പോൾ GV അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഏതൊരു സാധനത്തിൽ അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റിക്ക് ഒരു ബേസ് പ്രൈസ് കാണും, അതിനൊപ്പം ഇൻഡയറക്റ്റ് ടാക്സസും കൂടെ ചേർന്നിട്ടാണ് വിപണിയിൽ നമുക്കത് പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കുന്നത്. അപ്പം ഈ ഇൻഡയറക്റ്റ് ടാക്സസ് ഒഴിച്ചിട്ട് ആക്ച്വലി ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് തന്നെ GDP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തൊരു കണക്ഷൻ കിട്ടും. ജസ്റ്റ് ഇത് മാത്രം ഫോർമുലയായിട്ട് പഠിക്കണമെന്നല്ല, ഇതിൽ നിന്ന് മനസ്സിലാവും ഡയറക്റ്റ് കണ്ടാൽ തന്നെ. എക്സ്ട്രായും സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതായത് ഏതാ GDP ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് മാർക്കറ്റിൽ വരുന്ന ഒരു സാധനത്തിൻ്റെ അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ ബേസ്, അതായത് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കിട്ടിയ പ്രോഡക്റ്റിന് ഒരു ബേസ് പ്രൈസ് കാണും. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനത്തെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ബേസ് പ്രൈസസിൻ്റെ എന്തായിരിക്കും? ഒരു സം ആയിരിക്കും ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ആൻഡ് GVA ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ ലിങ്ക് അല്ലെങ്കിൽ കണക്ഷൻ ബിറ്റ്വീൻ GDP ആൻഡ് ടാക്സ്. അതായത് GDPയും ടാക്സും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പാരാമീറ്ററും കൂടാണ് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. നോക്കി അതെങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഇഫ് ദ GDP ഗ്രോത്ത് ഇസ് നോട്ട് ദ സെയിം ആസ് ദ GVA, അതായത് GVAക്ക് അനുസരിച്ചല്ല GDP ഗ്രോത്ത് വരുന്നതെങ്കിൽ അവിടെ ദർ ഇസ് എ ഡിസ്ക്രിപ്പൻസി ഓഫ് ടാക്സ് പോയിന്റ്സ്. ഡിസ്ക്രിപ്പൻസി എന്ന് വെച്ചാൽ മലയാർത്ഥം പൊരുത്തക്കേടെന്നാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഒരു പൊരുത്തക്കേടുണ്ട് അവിടെ. എപ്പോൾ? ടാക്സ് ബോയൻസി എന്ന് പറയും. ടാക്സ് ബോയൻസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഒരു കൺട്രിയുടെ ടാക്സ് റവന്യൂവും അതിൻ്റെ GDPയും തമ്മിലുള്ള, അത് ടാക്സ് റവന്യൂ മാറുന്നതനുസരിച്ച് GDP എങ്ങനെ മാറുമെന്ന ബന്ധം കാണിക്കുന്നതിനെ നമ്മൾ ടാക്സ് ബോയൻസി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇഫ് ദ ഔട്ട്പുട്ട് ഗ്രോസ് ആൻഡ് ദ ടാക്സ് ബോയൻസി ഇസ് നോട്ട് കമ്മൻസറേറ്റ് ഇറ്റ് മേ മീൻ വൺ ഓഫ്, അതായത്
കറക്റ്റായിട്ട് GVAക്ക് അനുസരിച്ച് GDP മാറിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് നടന്നിരിക്കും. ഒന്നെങ്കിൽ അത് ഈ മെയിൻ പോയിന്റ് ടാക്സ് ഇവേഷൻ, അതായത് നികുതി കൊടുക്കാതെ പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അത് ഒന്നെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ നോൺ ടാക്സ്ഡ് പാർട്ട്, എക്സാമ്പിളായിട്ട് അഗ്രികൾച്ചർ അതുപോലുള്ള നോൺ ടാക്സ്ഡ് സെക്ടേഴ്സ് ഗ്രോയിങ് ആണെന്ന് കൂടെ മീൻ ചെയ്യാൻ പറ്റും. ഈ രണ്ടെണ്ണത്തിൽ മോസ്റ്റ് പ്രോബബ്ലി ഇതാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ നടക്കുന്നത്. എങ്കിലും ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നടന്നു എപ്പോൾ? GDP GVAക്ക് അനുസരിച്ച് ഉയരാത്തപ്പോൾ. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നമ്മൾ പൊട്ടൻഷ്യൽ GDP ആണെന്ന് തോന്നുന്നു പറയുന്നത്. പൊട്ടൻഷ്യൽ GDP കൂടെ ഒന്ന് നോട്ട് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് അങ്ങനെയാണെന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ആദ്യം പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രാക്ടീസിന് തൊട്ട് മുമ്പ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ SSC പോലുള്ള എക്സാംസിനായാലും ബാങ്ക് എക്സാംസിനായാലും പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മുമ്പ് എന്തൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളൊരു ബേസ് ഫണ്ടമെൻറ്റൽസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് സർക്കിൾ സെഷൻ ആയിരിക്കും. ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഓരോരുത്തരും ഗ്രൂപ്പാക്കി കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളെ ഇരുത്തി നിങ്ങൾക്ക് മെറ്റീരിയൽ വർക്കൗട്ടിനായിട്ട് തരും. അവിടെ നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണാം. നെക്സ്റ്റ് ഈസ് ദ എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിളിൽ കുറച്ചുകൂടെ മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ ആയിരിക്കും. വർക്കൗട്ട് മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അവിടെയും നിങ്ങൾക്കൊരു എലിജിബിലിറ്റി ടെസ്റ്റ് കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങളെ അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നതും പിന്നെ അങ്ങോട്ട് ഗ്രൂപ്പ്സ് ആക്കി പ്രിപ്പറേഷൻ പോകുന്നതും. അവിടെയും നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ സൂപ്പർ ബാച്ച്. സൂപ്പർ ബാച്ചിൽ ഓരോ എക്സാമിന് മുന്നോടിയായിട്ട് ആ എക്സാമിന് വേണ്ടി മാത്രമുള്ളൊരു ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച്. അപ്പം ബേസ് സെറ്റായവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും സൂപ്പർ ബാച്ച്. അപ്പോൾ 6 ലെവൽസിൽ ഈ ഫസ്റ്റ് 3 സ്റ്റേജസ് കംപ്ലീറ്റ് ആക്കാതെ ആരും സ്കിപ്പ് ചെയ്ത്, കാരണം എൻ്റയർ ഡിസൈൻ ഓഫ് ദി സ്ട്രക്ചർ ഈസ് സച്ച് ദാറ്റ് ഒരെണ്ണം സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റബിൾ ആവത്തില്ല. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ആ എക്സാമിന് മാത്രം നീളുന്ന ഒരു 1-2 മാസത്തെ വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് വേണം. നിങ്ങളെ സർക്കിൾസ് ആക്കി തന്നെ ആയിരിക്കും ഇരുത്തുന്നത്. നെക്സ്റ്റ് ഈസ് ദ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം റിപ്പ്. അപ്പോൾ റിപ്പിൽ മെയിൻ ഏതാണ് എസ്പെഷ്യലി ഇപ്പോൾ 2 പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം കുഴപ്പമില്ല, റിസൾട്ട് വരുന്നവരെ കുറച്ച് സമയമുണ്ട്. അത് കഴിഞ്ഞ് ഒരു എക്സാം വരും. അപ്പോൾ അത്രയും നേരം വെറുതെ ഇരിക്കുകയാണ് നമ്മുടെ ലെവൽ താന്നു പോകും. അപ്പോൾ അത് ഓൾറെഡി പാച്ചപ്പ് ചെയ്യാനായിട്ടാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഉള്ളത്. ആൻഡ് ഫൈനൽ സെക്ഷൻ ഈസ് ദ മോക്ക് ഇൻ്റർവ്യൂ. ഒരു റിയൽ ഇൻ്റർവ്യൂ പോകുന്നതിന് മുമ്പ് മോക്ക് ഇൻ്റർവ്യൂസിൽ എന്തൊക്കെ ചോദിച്ചിരിക്കും, എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ റിപ്ലൈ കൊടുക്കണോ എന്നുള്ളൊരു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ എറ്റിക്വറ്റിൽ പോകണോ എന്നുള്ള നമുക്കൊരു ഐഡിയ കിട്ടും മോക്ക് ഇൻ്റർവ്യൂവിൽ. അപ്പം ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പം നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ള ചോയ്സ് ഏതാണോ, ഓഫ്ലൈൻ ആണെങ്കിൽ ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കുക, അതെല്ലാം ഓൺലൈനിൽ വീടിൻ്റെ കംഫർട്ടിലിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആകാം. അപ്പം തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്കി അടുത്തത് പൊട്ടൻഷ്യൽ GDP മെയിൻറ്റെയിൻ ചെയ്തോണേ, അല്ലെങ്കിൽ നോട്ട് ചെയ്തോണേ. ഇപ്പോൾ പൊട്ടൻഷ്യൽ GDP എന്ന് പറഞ്ഞത് ആക്ച്വലി ഇപ്പോൾ റിയൽ GDP അല്ലെങ്കിൽ GDPയിൽ ആക്ച്വലി എന്താ, നമ്മൾ മറ്റേ GNP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം അല്ലെങ്കിൽ ഡിപ്രീസിയേഷനൊക്കെ കുറച്ച് റിയലായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ GDP എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതാ, നമുക്കിപ്പോൾ ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഒപ്റ്റിമം ആക്കി കൺട്രോൾഡ് ആയിരുന്നെങ്കിൽ ഏതൊരു ലെവൽ വരെ നമ്മുടെ GDP പോകുമായിരുന്നു, അതായത് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ GDPയിൽ പോകാൻ, അല്ലെ ഓരോ രാജ്യത്തിന് പോകാൻ എന്നുള്ളൊരു ബേസിസ് മനസ്സിലാകാൻ പറ്റും പൊട്ടൻഷ്യൽ GDP. അതിൻ്റെ എക്സാം അത് പറയുന്നത് തന്നെ അതല്ലേ, പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് in what the economy can produce without destabilizing the macroeconomic fundamentals like inflation, interest rates, fiscal deficit and so on. അതായത് ഈ താഴെ പറഞ്ഞേക്കുന്ന ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് പാരാമീറ്റേഴ്സിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ ഡീസ്റ്റെബിലൈസേഷൻ ഇല്ലാതെ പോകുമ്പോൾ അതിനർത്ഥം ഇതൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് പോയിരുന്നെങ്കിൽ, നമ്മളെ ഫേവർ ചെയ്തായിരുന്നെങ്കിൽ എവിടം വരെ നമുക്ക് എത്താമായിരുന്നു, ക്യാൻ പ്രൊഡ്യൂസ് എത്രമാത്രം എത്താമായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് പൊട്ടൻഷ്യൽ GDP പറയുന്നത്. And it is the optimum production that can be achieved over the long term. And the actual GDP is what is produced, and the difference between potential output and actual output is referred to as and the output gap അല്ലെങ്കിൽ GDP gap. അതായത് എത്രമാത്രം ഉണ്ടാക്കാമായിരുന്നു അല്ലെ എത്രമാത്രം GDP എത്താമായിരുന്നോ ഇതിൻ്റെയും പിന്നെ ആക്ച്വൽ GDP ഇപ്പോൾ എത്ര ഉണ്ടോ ഇതിൻ്റെയും ഡിഫറൻസിനെ നമ്മൾ പറയുന്നതാണ് ഔട്ട്പുട്ട് ഗ്യാപ്പ് അല്ലെങ്കിൽ GDP ഗ്യാപ്പ്. ഇതിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ GDPയിൽ പറയുന്നൊരു പോയിൻ്റാണ്, അതായത് പൊട്ടൻഷ്യൽ GDP വെച്ചിട്ട് നമുക്ക് കുറേ കാര്യം പറയാൻ പറ്റും. അതായത് റിയൽ ടൈമിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഇന്ന പോളിസീസ് ശരിക്കും ഫോളോ ചെയ്യുന്നില്ല, അതായത് എക്കണോമിക് പോളിസീസ് ഒക്കെ വന്ന് ഇത് ശരിക്കും നടക്കുന്നില്ല. നടന്നിരുന്നെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ വിചാരിച്ച കറക്റ്റ് തന്നെ എത്തുമല്ലോ. നമ്മളെ GDP പ്രഡിക്ഷൻ പോലൊന്നും നമുക്ക് ആക്ച്വലി എത്താറില്ല. ചിലപ്പോൾ കുറേയും കൂടും, അല്ലെങ്കിൽ എന്തൊക്കെയോ പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ഭാഗത്തെ പിഴവോ അല്ലെങ്കിൽ പുറത്തെ ട്രേഡിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലോബൽ എന്തെങ്കിലും ക്രൈസിസിൻ്റെ ഭാഗമായിട്ടോ വരാം.
അപ്പം അങ്ങനെയൊക്കെ പോളിസീസ് ഫോളോ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പോകുന്നില്ല എന്നൊരു നിഗമനത്തെ കൂടി എത്താനായിട്ട് നമുക്ക് ഈ പാരാമീറ്റർ വെച്ചിട്ട് സാധിക്കും. ഏത് പൊട്ടൻഷ്യൽ GDP വെച്ചിട്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കി അടുത്ത പാരാമീറ്റർ ഗ്രീൻ GDP. അതായത് പേര് തന്നെ ഉണ്ട്, ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ പരിസ്ഥിതി ഫ്രണ്ട്ലി ആയിട്ടുള്ള. ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് വിച്ച് ഫാക്ടേഴ്സ് ഇൻ ദി എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് ഓഫ് ദി ഗ്രോത്ത്. അതായത് എൻവയോൺമെൻറ്റിനെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് നിഗമനം നടത്തുന്ന ഒരു ഗ്രോത്ത് ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഫാക്ടർ ആയിരിക്കും ഗ്രീൻ GDP. അതായത് ഇതിൽ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ എക്കോളജിക്കൽ ഡീഗ്രഡേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതായത് പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും, അതിൻ്റെ കോസ്റ്റും കൂടെ GDP എന്ന് കുറച്ചിട്ടാണ് ഗ്രീൻ GDP കാണുന്നത്. കാരണം എക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രീൻ, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷം വരുന്നത് മൈനസ് ചെയ്ത് ആ നഷ്ടം മാറ്റിയിട്ട് നികത്തിയിട്ട് ഉള്ള GDP ആയിരിക്കും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്രം ദ ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് തന്നെ പറയുന്നുണ്ട്, കോസ്റ്റ് ഓഫ് എക്കോളജിക്കൽ ഡീഗ്രഡേഷൻസ് ഡിഡക്റ്റഡ് ടു അറൈവ് അറ്റ് ഗ്രീൻ GDP. അപ്പം 2004 ചൈന ഇതുപോലെ അവരുടെ GDP ഗ്രീൻ GDP ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗ്രീൻ GDP ഇൻഡെക്സ് അവർ ഫോളോ ചെയ്യുന്നതൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറയുക തന്നെ, കാരണം അത് ഒത്തിരി അവരുടെ GDP ചെറുതാക്കി ഷ്രാങ്ക് ചെയ്തു. അതുകൊണ്ട് അവരിത് പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല, നിർത്തി, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ട് 2004 ചൈന ഗ്രീൻ GDP അവരുടെ മെയിനായിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കി അടുത്ത മെയിനൊരു ടോപ്പിക്കാണ് പർച്ചേസിങ് പവർ പാരിറ്റി, അല്ലെ PPP. വെൻ മേക്കിംഗ് കമ്പാരിസൺസ് എമംഗ് കൺട്രീസ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലിപ്പം വരികയാണ് ചീപ്പാന്ന് പറയാറില്ലേ, അപ്പോൾ US പോവുകയാണെങ്കിൽ അതായത് ഇവിടെ കൊടുക്കുന്ന US ഇപ്പം $1 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര 80 സംതിങ് രൂപ കൂടിയിട്ടുണ്ട്. അത്രയും രൂപയ്ക്ക് ഇവിടെ എന്തൊക്കെ വാങ്ങിക്കാൻ നമ്മൾ ആലോചിക്കാറില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് പർച്ചേസിങ് പവർ പാരിറ്റിയിൽ വരുന്നത്. അതായത് രണ്ട് കൺട്രീസിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് അറിയണമെങ്കിൽ, അത് ഈ കൺട്രിയുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ, മറ്റേ കൺട്രിയുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ, ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിനും കൂടെ കോമൺ ആയിട്ടൊരു പാരിറ്റി അല്ലെങ്കിൽ ഏതൊരു പാരാമീറ്റർ ഉണ്ട്, അതാണ് പർച്ചേസിങ് പവർ പാരിറ്റി. അപ്പം ബേസിക്കലി ഇപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി പറയാൻ പോകുന്ന ഇന്ത്യയും US തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതായത് രണ്ട് പേരുടെയും കറൻസി എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റും, അതായത് എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഒരു ബാസ്ക്കറ്റിൽ, അത് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്നായിരിക്കും നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പം ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫുഡിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പല സ്ഥലത്തും ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് മാറും. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അരി ആയിരിക്കും ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൽ മെയിനായിട്ടും വരുന്നത്. കുറച്ച് നോർത്തിലോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ റൊട്ടി അല്ലെങ്കിൽ വീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പം ഒരു നേറ്റീവ് അല്ലെ പ്ലേസസിനനുസരിച്ച് ഈ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്നുള്ള കൺസെപ്റ്റ് മാറെങ്കിലും പൊതുവേ ഒരു ഹൗസ് ഹോൾഡിൽ വേണ്ട സാധനങ്ങൾ എടുക്കും, സെയിം ടൈപ്പ് മറ്റേ രാജ്യത്തു നിന്നും എടുക്കും. ഇതിൻ്റെ രണ്ടിനും എത്ര ചിലവായി അത് വെച്ചിട്ടൊരു പാരിറ്റി സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം സെറ്റ് ചെയ്യും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പർച്ചേസിങ് പവർ പാരിറ്റി, ഈ കൺട്രിയിൽ ഇത്രയും രൂപയ്ക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റാണ് പർച്ചേസിങ് പവർ പാരിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനും ഇറ്റ് ഈസ് നെസസറി ടു കൺവേർട്ട് വാല്യൂസ് സച്ച് ആസ് നാഷണൽ ഇൻകം ടു എ കോമൺ കറൻസി. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ ഒരു എക്കണോമിക് അടിസ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഒരു കോമൺ കറൻസി എന്നുള്ളൊരു അടിസ്ഥാനം കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസിംഗ് പവർ പാരിറ്റി യൂസ് ചെയ്യുന്നത്. സോ പർച്ചേസിംഗ് പവർ പാരിറ്റി ഈസ് അറൈവ്ഡ് ബൈ കമ്പയറിംഗ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ടു കറൻസീസ്, സേ ദ ഇന്ത്യൻ റുപ്പി ആൻഡ് ദ US ഡോളർ. അപ്പോൾ ഇന്ത്യൻ റുപ്പിയും US ഡോളറും വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇപ്പം നോക്കുവാണെങ്കിൽ തന്നെ രൂപ ഇത്ര രൂപ ഇടിഞ്ഞു എന്നൊക്കെ പറയത്തില്ല, ബേസിക്കലി US ഡോളറിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്. പിന്നെന്താ, ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ട്രൂ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാൻ നമ്മൾ ആക്ച്വലി, അതായത് ട്രൂ എക്സ്ചേഞ്ച് റേറ്റ്, ഇതും ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റ് ഒരു സാധനം കൂടെ ഉണ്ട്. അതായത് ട്രൂ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ലിവിങ് സ്റ്റാൻഡേർഡ്സ്, രണ്ട് കൺട്രീസ് തമ്മിലുള്ള ലിവിങ് സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. കാരണം ഈ ട്രൂ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എടുക്കും, വേറൊരു കൺട്രിയിൽ നിന്ന് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എടുക്കും. ഇതെടുത്തിട്ട് എത്ര രൂപ അല്ലെ രണ്ടിനും എത്ര വെച്ച് ചിലവാകും നോക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലിവിങ് സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടല്ലോ, ഉള്ളി മണി വാല്യൂടെ മാത്രം എക്സ്ചേഞ്ച് റേറ്റ്, അത് വെച്ചിട്ട് നമുക്ക് ലിവിങ് സ്റ്റാൻഡേർഡ് ഒരിക്കലും നിശ്ചയിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതോ ഒരു വർഷം രൂപയുടെ മൂല്യം നന്നായിട്ട് ഇടിഞ്ഞായിരുന്നു, പക്ഷെ അതിനർത്ഥം നമ്മുടെ നാട്ടിലിപ്പോൾ അതിനനുസരിച്ചുള്ള ആ സമയത്ത് വലിയ ഇൻഫ്ലേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും വന്നില്ല. ഒരാളുടെ ജീവിക്കാൻ പറ്റുന്ന ഒരു മിഡിൽ ഫാമിലി ആണെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്തു. അതായത് ആ പറയുന്ന അത്രയും ഇടിവ് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ റിഫ്ലക്റ്റ് ചെയ്യത്തില്ലായിരുന്നു ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റിൽ. പക്ഷേ ട്രൂ എക്സ്ചേഞ്ച് റേറ്റ് ആണ് കറക്റ്റ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ
ഉപയോഗിക്കുന്നത്. അപ്പം പിന്നെ ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പ്രകാരം ഇന്ത്യ ഈസ് റാങ്ക്ഡ് 3rd ഇൻ ദ വേൾഡ് ഓൺ ബേസിസ് ഓഫ് GDP ബിഹൈൻഡ് ചൈന. ഇത് ആ ടൈമിലുള്ളതാണ്, ചൈന ആൻഡ് US. നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ടൈമിൽ എന്തോ 3rd എന്തോ വന്നായിരുന്നു നോമിനലായിട്ടുള്ളത്. അത് ഇപ്പോൾ എത്ര ഇന്ത്യ കുറച്ച് റീസെൻ്റായിട്ട് 5th ലാർജസ്റ്റ് എക്കോണമി ആയില്ലായിരുന്നു. നോക്കിക്കോണേ. എങ്കിൽ നമുക്ക് അടുത്ത ബിഗ് മാക് ഇൻഡെക്സ് എന്താന്ന് നോക്കിയേ. അപ്പോൾ ബിഗ് മാക് ഇൻഡെക്സ് ആക്ച്വലി ഇത്രയും നേരം കേട്ടത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കൊരു രസമില്ല. അതായത് ബാക്കിയുള്ളതൊക്കെ കുറച്ചുകൂടെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യാൻ തോന്നിപ്പോയി. കാരണം US മക്ഡൊണാൾഡ്സ് ഉണ്ടല്ലോ, അവിടുത്തെ ഒരു സ്പെസിഫിക് വെറൈറ്റി ഓഫ് ഹാംബർഗറും ഇന്ത്യയിലെ മഹാരാജാസ് എന്ന് പറയുന്ന കടയിലെ ഒരു ഹാംബർഗറും വാങ്ങിക്കാനായിട്ട് ഉള്ള പാരിറ്റി സെറ്റാക്കിയിട്ട് അത് വാങ്ങിക്കാനായിട്ട് 2 കൺട്രീസിലും എത്ര രൂപയാവും എന്നുള്ള അടിസ്ഥാനത്തിൽ, അതാണ് ബിഗ് മാക് എന്ന പേര് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കൺട്രീസിൻ്റെ പർച്ചേസിംഗ് പവർ പാരിറ്റി അല്ലെങ്കിൽ തിയറി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ബിഗ് മാക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ ലെയിമായിട്ട് തോന്നും, പക്ഷേ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം മക്ഡൊണാൾഡ്സും പിന്നെ മഹാരാജാസ് ഇന്ത്യയിലെ, ഈ 2ഇടത്തെയും ഒരു സ്പെസിഫിക് വെറൈറ്റി ഓഫ് ഹാംബർഗർ വാങ്ങിക്കാനായിട്ട് എത്ര വെച്ചാവുമെന്ന് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാരിറ്റി സെറ്റ് ചെയ്ത് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏത് ബിഗ് മാക് ഇൻഡെക്സ് എന്ന് പറയുന്ന പാരാമീറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ റുപ്പിക്ക് ഏകദേശം $20-25 ഇത് വരുന്നുണ്ട്, പാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, വലിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അഡ്വാൻറ്റേജ് വിത്ത് പർച്ചേസിംഗ് പവർ പാരിറ്റി ഈസ് ദാറ്റ് ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ഗ്രൗണ്ട് ലെവൽ വാല്യൂ ഓഫ് കറൻസി ഇൻ ഇന്ത്യ ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ എ വോളറ്റൈൽ. അതായത് ഇന്ത്യയിലെ കറൻസിയുടെ ഗ്രൗണ്ട് ലെവൽ വാല്യൂ നിശ്ചയിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കാണിക്കാനായിട്ടായിരിക്കും നമുക്ക് പർച്ചേസിംഗ് പവർ പാരിറ്റി എസ്പെഷ്യലി നമ്മൾ യൂസ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും അത് തന്നെ ആയിരിക്കും. അത് വോളറ്റൈൽ അല്ല, ചടുലമായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് GDP ഡിഫ്ലേറ്റർ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നോക്കിയ മറ്റേ ഇന്ത്യ ഈസ് 3rd ലാർജസ്റ്റ് എന്ന് പറയുന്നത് 2011 ടൈമിലാണ്. 2011 മൻമോഹൻ സിംഗിൻ്റെ ടൈമിൽ വേൾഡ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യ 3rd ലാർജസ്റ്റ് ആയിരുന്നു പറഞ്ഞത്. ഇപ്പോൾ എത്രയാണെന്ന് പറഞ്ഞ് 5th ലാർജസ്റ്റ്. അത് വാസ് ആക്കിക്കോണേ, ഇന്ത്യ വാസേ. ഇപ്പോൾ GDP ഡിഫ്ലേറ്റർ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ഇംപ്ലിസിറ്റ് പ്രൈസ് ഡിഫ്ലേഷൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ സഹായിക്കുന്ന പാരാമീറ്ററാണ് ഡിഫ്ലേഷൻ. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യും? കാരണം GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ റേഷ്യോ, അതായത് ഒരു അനുപാതമാണ്. എന്തിൻ്റെ റേഷ്യോ? ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് എക്കോണമി പ്രൊഡ്യൂസസ് ഇൻ എ പർട്ടിക്കുലർ ഇയർ അറ്റ് കറണ്ട് പ്രൈസസ് ടു ദാറ്റ് ഓഫ് ദ പ്രൈസസ് ദാറ്റ് പ്രിവെയിൽഡ് ഡ്യൂറിങ് ദ ബേസ് ഇയർ. അതായത് ബേസ് ഇയർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ സെഷൻ, മസ്റ്റായിട്ടും കണ്ടോണം. ഒരു ഇയർ ബേസ് ആക്കി എടുത്തിട്ട് ആ സമയത്തെ ഗുഡ്സിൻ്റെയും കൊമോഡിറ്റീസിൻ്റെയും സർവീസസിൻ്റെയും ഒക്കെ പ്രൈസ് ഫിക്സ് ആക്കിയിട്ട് അത് വെച്ച് ഇപ്പോൾ പ്രൈസ് എത്ര ഉയർന്നു എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് GDP ഡിഫ്ലേറ്റർ. ആൻഡ് ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യും? GDPയിൽ ഇൻക്രീസ്, പ്രൈസ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് GDPയിൽ എത്രമാത്രം ഇൻക്രീസ് വന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, റാദർ ദാൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ ഫേംസിൻ്റെ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് കൂടിയതിനേക്കാൾ ഉപരി വില കൂടിയതിൻ്റെ ഭാഗമായിട്ട് GDPയിൽ എത്ര ഇൻക്രീസ് ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്തെടുത്ത് പറഞ്ഞോണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത് GDP ഡിഫ്ലേറ്റർ. ഇറ്റ് മെഷേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ GDP ആൻഡ് നോമിനൽ GDP. അത് നമ്മളെ മെയിൻ വ്യത്യാസം എന്താ? കാരണം ലാറ്ററൽ അല്ലെങ്കിൽ റിയൽ GDPയിൽ ഇൻഫ്ലേഷനും കൂടെ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ നോമിനൽ റിയൽ GDPയിൽ ഡിഫ്ലേഷനും കൂടെ വന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. പിന്നെ നോക്കിയേ, എ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ചേഞ്ചസ് ഓവർ ടൈം ഇൻ ദ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് ആൻഡ് സർവീസസ് ദാറ്റ് ഹൗസ് ഹോൾഡ്സ് അക്വയർ ഫോർ ദ പർപ്പസ് ഓഫ് കൺസംഷൻ. അതായത് ബേസിക്കലി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു ഹൗസ് ഹോൾഡിൽ ആൾക്കാർക്ക് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിന് അത്യാവശ്യം കൺസംഷന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന ഒരു പ്രൈസ് ലെവലാണ്. അപ്പം അത് വെച്ചിട്ട് അതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ്റെ കേസ് വരാത്തതുകൊണ്ട് നമുക്കത് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അതൊരു ഫാക്റ്റാണ്. ഇനി നോക്കിയേ, അടുത്തത് വാല്യൂ ആഡഡ് പ്രൊഡക്ഷൻ മെത്തേഡ്. അതായത് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ നോക്കിയ മെത്തേഡ് മെഷേഴ്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച്
പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. അതായത് ഏതാ, നമ്മൾ നേരത്തെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പം ഓരോ എൻ്റർപ്രൈസും നമ്മുടെ ഓരോ കൺട്രിയുടെയും ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എത്രമാത്രം ഓരോ പ്രൊഡ്യൂസിങ് യൂണിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ 3 ടൈപ്പായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ ഏതൊക്കെ വരും? ഫോറസ്റ്റ്, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, അങ്ങനത്തെ സെക്ടേഴ്സ് വരും. ആനിമൽ ഹസ്ബൻഡറീസ്. പിന്നെ സെക്കൻഡറി സെക്ടറിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ് വരുന്നത്. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസും. ടെറിഷറി സെക്ടറിലോ സർവീസസ് ലൈക്ക് ബാങ്കിങ്ങും, പിന്നെ ഏതാ, ഇൻഷുറൻസ്, അതുപോലുള്ള പിന്നെ ഏതാ, ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ടെറിഷറി സെക്ടറിൽ വരുന്നത്. ഇങ്ങനത്തെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് വാല്യൂവിൽ എന്നുള്ള അടിസ്ഥാനത്തിലാണ് വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് ഇനിയും പറയാൻ പോകുന്നത്? വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് മെത്തേഡാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഇന്ന് നോക്കിയേ, ദ ഫോളോവിങ് ഐറ്റംസ് നീഡ് ടു ബി ഇൻക്ലൂഡഡ് കെയർഫുള്ളി. അതായത് ഈ വാല്യൂ ആഡഡ് മെത്തേഡ് യൂസ് ചെയ്യാൻ നേരം ഈ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഏതൊക്കെയാ? പ്രൊഡക്ഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ബൈ ഗവൺമെൻറ്റ്സ് എൻ്റർപ്രൈസസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് സെൽഫ് കൺസംഷൻ. അതായത് ചില ആൾക്കാർ ഇപ്പം സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാണുമല്ലോ. അതായത് ഞാൻ എൻ്റെ ഇൻഡസ്ട്രി തുടങ്ങി, എൻ്റെ ഇതിൽ ഇപ്പോൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ ഫുഡ് ബേസ്ഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ എൻ്റെ ഫുഡ് ഞാൻ എൻ്റെ വീട്ടിലും കൊടുക്കും. അപ്പോൾ സെൽഫ് കൺസംഷൻ്റെ ബേസ്ഡ് ആയിട്ടുള്ളത് നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ഇംപ്യൂട്ടഡ് എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് റെൻറ്റ് ഓഫ് ഓണർ ഒക്കുപ്പൈഡ് ഹൗസസ്. അപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സും നമ്മൾ ഡെഫിനറ്റ്ലി ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഫിക്സഡ് അസറ്റിൻ്റെ അർത്ഥം എന്താ? ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അസറ്റാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗം കൂടെ ഉണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റിൽ ലോങ് ടൈമിൽ നമുക്ക് യൂസ് ആയിട്ട് വരുന്നൊരു സാധനമായിരിക്കും. അതായത് ബിൽഡിങ്, മെഷീനറി, ടൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിക്സ്ഡ് അസറ്റ് ആയിരിക്കും. ഒട്ടനടി നമുക്കിത് കിട്ടില്ല, പക്ഷേ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ലോങ് ടൈം അസറ്റായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഫോളോവിങ് മസ്റ്റ് നോട്ട് ബി ഇൻക്ലൂഡഡ്. ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല? സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് ബിക്കോസ് ദേ വെയർ കൗണ്ടഡ് ആസ് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദി ഇയർ ഇൻ വിച്ച് ദേ വെയർ പ്രൊഡ്യൂസ്ഡ്. അപ്പം സെക്കൻഡ് ഹാൻഡ് ഗുഡ്സും ഒരിക്കലും ആദ്യം ഫ്രഷ് ആയിട്ട് വന്നതായിരുന്നു, ആ സമയത്ത് അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് ഹാൻഡ് മെഷീൻസിൻ്റെ സെയിലും പിന്നെ ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ ഏൺ ഫോർ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ഈ ഗുഡ്സിന് കിട്ടുന്ന കമ്മീഷനും ബ്രോക്കറിന് കിട്ടുന്ന പൈസയും ഇതിൽ കൂട്ടേണ്ടതായിട്ട് വരില്ല. ഇനി നോക്കി അടുത്തത് ഇൻകം മെത്തേഡാണ്, നോട്ട് ചെയ്തോണം. അതായത് ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ ആരൊക്കെ വരും? ലേബർ വരും. തൊഴിലിന് ലേബർ ഗെറ്റ്സ് വേജസ്, അതായത് തൊഴിലിന് വേതനം കിട്ടും. ലാൻഡ് ഗെറ്റ്സ് റെൻറ്റ്, അതായത് ഭൂമിക്ക് വാടക കിട്ടും. ആൻഡ് ക്യാപിറ്റൽ ഗെറ്റ്സ് ഇൻട്രസ്റ്റ്, മുതലിന് പലിശ കിട്ടും. ആൻഡ് എൻ്റർപ്രണർ ഗെറ്റ്സ്, സംരംഭകൻ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഓരോരുത്തർക്കും കിട്ടുന്ന വേതനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻകം മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്ഫർ ഇൻകംസ്, ഈ ഒരു സെക്ഷനിൽ ട്രാൻസ്ഫർ ഇൻകംസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്കോളർഷിപ്പിന് ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ, പിന്നെ പെൻഷനൊക്കെ കൊടുക്കുന്ന പൈസ ഇല്ലേ, സബ്സിഡീസൊക്കെ, അപ്പം പ്രായവർക്ക്, ഇങ്ങനത്തെ പേയ്മെൻ്റ് ഒക്കെ കുറയ്ക്കും. ബാക്കിയുള്ള എന്ത് ഇൻകവും അല്ലെങ്കിൽ ചിലവാക്കുന്ന പൈസയും നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നതായിരിക്കും. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആവത്തില്ല. ആൻഡ് നോൺ ലേബർ ഇൻകം ഇൻക്ലൂഡ്സ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓഫ് കോർപ്പറേഷൻസ് ബിഫോർ ടാക്സസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് റോയൽറ്റീസ്. അതായത് ലേബർ ഇൻകം എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസയും, അതല്ലാതെ നോൺ ലേബർ ഇൻകവും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്നതാണ്. അതെന്തൊക്കെയായിരിക്കും? ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓഫ് കോർപ്പറേഷൻസ് ആയിരിക്കും. ഇനി നോക്കിയാൽ ഡിഫിക്കൽട്ടി, പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ലേബർ ഇൻകവും ക്യാപിറ്റൽ ഇൻകവും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ലേബറിന് വേജ് കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ലേബർ ഇൻകവും ക്യാപിറ്റൽ ഇൻകവും 2 പാരാമീറ്റർ ഉണ്ട്. അത് ആക്ച്വലി 2 സാധനമാക്കിയത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. കാരണം ഈ സെൽഫ് എംപ്ലോയിഡ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ലോയർ, ചില എൻജിനീയേഴ്സ്, അപ്പോൾ ഇവർ തന്നെ
അല്ലെങ്കിൽ ഇവരുടെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആണ് ഇവർ. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഇവർ തന്നെ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വരാൻ നേരം എന്താ ഈ ലേബർ ഇൻകവും ക്യാപിറ്റൽ ഇൻകവും നമുക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് പുതിയൊരു ആശയം കൂടെ വന്ന് മിക്സ്ഡ് ഇൻകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് വെച്ചാൽ മതി. ഇനിയും പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. ഇൻകം മെത്തേഡ് വെച്ച് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പേഴ്സണൽ ഇൻകമായിട്ട് കൺഫ്യൂഷൻ ആയി പോലെ. കാരണം പേഴ്സണൽ ഇൻകത്തിൽ എന്ത് വരുന്നില്ല, പേഴ്സണൽ ഇൻകത്തിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ ഏതിനകത്ത് നമ്മുടെ ഇൻകം മെത്തേഡിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് അല്ലേ സ്കോളർഷിപ്പ് പോലുള്ള വൃദ്ധർക്ക് കൊടുക്കുന്ന പെൻഷൻസ് പോലുള്ള സ്കീം വരുന്നില്ല. അപ്പോൾ പേഴ്സണൽ ഇൻകം അതായിട്ട് കൺഫ്യൂസ് ആവില്ലെന്ന് എടുത്ത് പറയണം. നമ്മൾ പേഴ്സണൽ ഇൻകം എന്താണെന്ന് നെക്സ്റ്റ് സെഷനിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഓൺഡ് വിതിൻ ദ കൺട്രി ഈസ് എക്സ്ക്ലൂഡഡ് ബട്ട് ദോസ് ഓഫ് ഫോറിൻ കൺട്രീസ് ആർ ഇൻക്ലൂഡ്. അതായത് ഈ ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ക്യാഷ്, ബോണ്ട്, സ്റ്റോക്സ്, പിന്നെ ബാങ്ക് ഡിപ്പോസിറ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫൈനാൻഷ്യൽ അസറ്റാണ്. അപ്പം നമ്മുടെ രാജ്യത്തിനകത്ത് അല്ലെ ഉണ്ടാക്കിയേക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഓൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ അസറ്റ്സിന് ചിലവാകുന്ന പൈസ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഫോറിൻ കൺട്രീസിൽ ഈ ഒരു എക്സ്പെൻഡിച്ചർ ഓൺ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ഓൺ ഫോറിൻ കൺട്രീസ്, അത് ഫോറിൻ കൺട്രീസിൻ്റെ ഫൈനാൻഷ്യൽ അസറ്റ്സിൽ നമുക്ക് എത്ര സെൻഡ് ആവുന്നു എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. അതായത് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെത്തേഡിന് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നോക്കിക്കേ, നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്, അല്ലെങ്കിൽ നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇത് ബേസിക്കലി വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മുടെ റെസിഡൻസ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ തന്നെ ഒരു സാധനം എടുത്ത് കളയുമെന്ന് പറയും. നമ്മുടെ ഓൺ ആൾക്കാരും പിന്നെ ഫോറിനേഴ്സും ഈ രണ്ട് ആൾക്കാരെ ഏറ്റെടുക്കും. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഫോറിൻ അസറ്റ്സിൽ ചിലവാക്കുന്ന പൈസ ഇൻക്ലൂഡഡും അല്ലാത്ത അവർ നമ്മുടെ നാട്ടിൽ ഉള്ള ഫൈനാൻഷ്യൽ അസറ്റ്സിന് ചിലവാക്കുന്ന പൈസയും കളയും. അല്ല, ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കും, അതിനെയാണ് നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റെസിഡൻസ് ഫോറിൻ അസറ്റ്സിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസയും ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ ഓൺ ചെയ്ത് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസയും നമ്മുടെ ഫൈനാൻഷ്യൽ അസറ്റ്സിൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് മെയിൻലി നോക്കുന്നത്. അതിനെയാണ് നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ പെൻഷൻ, സ്കോളർഷിപ്സ് എക്സെട്ര ആർ ടു ബി എക്സ്ക്ലൂഡഡ് ആസ് ദീസ് ആർ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, ഇതൊക്കെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്കിത് എക്സ്ക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സെഷൻ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.